വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. ഐ ആം ലീന സുജിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തായിരിക്കും? നമ്മൾ ബയോട്ടോറിയൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ബയോട്ടോറിയൻസ് നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ ജൂൺ 12-ാം തീയതി ബയോട്ടോറിയം കമ്പനി വിസിറ്റ് നടത്തിയിരുന്നു അല്ലേ. സാഗർ ജോഷി സാറിൻ്റെ ഓഫീസ്, ഫാക്ടറി, അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ എക്സ്ക്ലൂസീവായി നമ്മളൊരു മുംബൈ ട്രിപ്പ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ജാർഖണ്ഡിൽ നിന്നും ഞാനും എൻ്റെ മോളും എൻ്റെ ബിസിനസ് പാർട്ട്ണറായ ചന്ദ്രിക നായരും കൂടെ ആയിരുന്നു നിങ്ങളുടെ കൂടെ മുംബൈ വന്ന് അസോസിയേറ്റ് ചെയ്തത്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആവട്ടെ. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ അധികം ട്രിമ്മിങ് ചെയ്തിട്ടില്ല. കാരണമൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരുന്ന 65 പേരെ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. സോ ആരും പറയരുതല്ലോ എൻ്റെ വീഡിയോ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗം അധികം വലിയ ട്രിമ്മിംഗ് ഒന്നും ഇല്ലാതെ വീഡിയോ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. സോ എന്തെങ്കിലും വീഡിയോയിൽ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ക്ഷമയോടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ആരും ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. 11-ാം തീയതി രാവിലെ ഒരു 7 മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. ബയോട്ടോറിയത്തിലെ എൻ്റെ ബിസിനസ് പാർട്ട്ണറും കൂട്ടുകാരിയുമായ ചന്ദ്രിക നായരും ഞാനും മോളുമാണ് യാത്രക്ക് പുറപ്പെട്ടത്. ചന്ദ്രിക നായരുടെ ഹസ്ബൻഡാണ് ഞങ്ങളെ സ്റ്റേഷനിൽ വിട്ടു തന്നത്. മുംബൈ ട്രിപ്പ് സ്റ്റാർട്ടഡ്. അങ്ങനെ ഞങ്ങൾ ടാറ്റ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്ന സീനാണ് ഈ കാണുന്നത്. वाला नंबर ढूंढो. അങ്ങനെ സീറ്റൊക്കെ ഉറപ്പിച്ചു. ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരിക്കുകയാണ്. ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങി. चालू हो गया. अपने को स्टार्ट. इसमें मैं नहीं हूँ. कहाँ जा रही है? मुंबई जा रहे हैं. हाँ. ओके. ദുരന്തോ എക്സ്പ്രസ് ആയിരുന്നല്ലോ. സോ അതിൽ ഫുഡ് ഫ്രീ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. क्या बोलेंगे यही बोलना है कि दुरंतो एक्सप्रेस दुरंतम हो गया, बट फिर भी मजा आया. हम चारों का कंपनी अच्छा हुआ. ടാറ്റ നഗർ ടു പൂനെ 24 അവർ ജേണിയാണ്. ഞങ്ങളുടെ ട്രെയിൻ വളരെ ലേറ്റായി. അതായത് 5 അവർ ട്രെയിൻ ലേറ്റായിരുന്നു. രാവിലെ 10 മണിക്കെത്തേണ്ട ട്രെയിൻ എത്തുന്നത് വൈകുന്നേരം 3:30-ക്കാണ്. അങ്ങനെ പൂനെയിലെത്തി. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. പുറത്തിറങ്ങാൻ വേണ്ടി ലിഫ്റ്റിലേക്ക് പോവാം. ഭയങ്കര വലിയ അവിടെ പൂനെ സ്റ്റേഷനിൽ ബ്രിഡ്ജ് കയറുന്നതിന് പകരം നമുക്കിങ്ങനെ സ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് കയറാൻ പറ്റി. പൂനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് പൂനെ തിരക്കൊന്ന് കാണാം.
तो तुम इन पुणे दिखा अपना मुंडी यू आर इन पुणे പൂനെയിൽ നിന്ന് ഞങ്ങൾ ടാക്സി പിടിച്ചു പൂനെ എക്സ്പ്രസ് വേയിലൂടെ പോവുകയാണ് ടുവേർഡ്സ് മീറ റോഡ്. ഒരു 4-4.5 മണിക്കൂർ ഞങ്ങൾ ബൈ കാർ മീറ റോഡിലേക്ക് ദൂരം പിടിച്ചു. പോകുന്ന വഴി രസകരമായിരുന്നു. ടണലുകളൊക്കെ ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് ടണലുകളൊക്കെ കണ്ടു. അങ്ങനെ രസകരമായ യാത്ര ചെയ്തു. ഇരുട്ടായി 7:30 ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തുകയാണ്. ഗോൾഡൻ പാലസ് ഹോട്ടൽ ഇൻ മീറ റോഡ്. ഞങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ്. അവിടെ മനോജ് സാറെ കണ്ടു ഞങ്ങൾ. ഹോട്ടലിൽ ഞങ്ങളെ ഹാർട്ടി വെൽക്കം ചെയ്യാൻ നമ്മുടെ ഗ്രേറ്റ് മനോജ് സാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മനോജ് സാറിൻ്റെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചെറിയൊരു ഹോട്ടലിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി വേഗം റെഡിയായി പുറത്തിറങ്ങാൻ തയ്യാറായി. സാഗർ സാറിൻ്റെ ഈവായിട്ടൊരു ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ. ഓട്ടോ പിടിക്കാനുള്ള പരവശമാണ് ഈ കാണുന്നത്. सागर सर का ऑफिस. ये रहा चंद्रिका, ये रही लीना. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഈവയോട്ടോറിയം ഓഫീസ് ഇൻ മീറ റോഡ്. I don't know. होगा, नीड पड़ेगा. ऑपोजिट सील मैटिक. मम्मा आईडी क्या हम लोग का आईडी है. സുജിത് സാർ ഞങ്ങളെ ഗൈഡ് ചെയ്തിരുന്നു നേരെ 5th ഫ്ലോറിലേക്ക് പോകാം. നമ്മൾ നേരെ 5th ഫ്ലോറിലാണ് പോയത്. അവിടെ ഫാക്ടറിയാണ്, അവിടെ വീഡിയോ അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ റൂഫ് ടോപ്പ് പോയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് സ്നാക്സ് കഴിക്കാൻ പോയതാണ്. skyscrapers something got to see. yeah कितना मस्त है. मस्त कंप्लीट हो जाने के बाद यहाँ और अच्छा वही पीने का मन हो. അവിടെ നിന്ന് നമ്മൾ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും തുടങ്ങി. അല്ല സുജ, ഞാൻ ലീന സുജി അറിയാം. ഒരു വീഡിയോ അല്ലേ? ആ മോള് നമ്മുടെ നേന മാഡം. പവർ ഓഫ് ഈ ബയോട്ടോറിയം. പവർ ഓഫ് ഈ ബയോട്ടോറിയം. ഒറ്റയ്ക്ക് പോയോ? ഒറ്റയ്ക്ക് ഇരിക്കാണ്. ആരെങ്കിലും കൂടെ ഇരിക്കാനുണ്ടോ? ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ? ആറ് അവിടെ അവർ പോയിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. മലയാളം മാത്രം. ഇതേ നമ്മുടെ രമേശൻ മാസ്റ്റർ. സാർ ആൾക്ക് ഒരു കൺസൾട്ടൻസി വേണം. എന്താ പഠിക്കണ്ടേ, എന്താ എവിടെ, എന്താ കോഴ്സ്? ആ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള രാത്രിയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്.
മൊത്തം ഫോട്ടോയാസ് പിന്നെ യൂട്യൂബ് का वजन अच्छा ओके ഇവിടെ നമ്മൾ സാഗർ സാറിൻ്റെ ഓഫീസ് വിസിറ്റിന് വേണ്ടി എല്ലാവരും ഇവിടെ തയ്യാറെടുക്കുകയാണ് ലോബിയിൽ. പിന്നെ ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു എൻട്രിയാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും സെറ്റപ്പ് ആകുന്നൊരു തിരക്കും ഫോട്ടോ എടുപ്പൊക്കെ നടക്കുകയാണ്. ഓഫീസിനുള്ളിൽ നോട്ട് അലൗഡ് വീഡിയോ അവരവിടെ നിന്ന് എടുത്തു തരും. തലശ്ശേരിക്കാരനായ സുജിത് കുമാർ സാർ അവിടെ മുംബൈയിൽ സെറ്റിൽഡാണ്. അവിടെ ടീമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സാറ് ഞങ്ങളെ കറക്റ്റ് എങ്ങനെ എങ്ങോട്ട് പോകണമെന്നൊക്കെ ഗൈഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ സെറ്റപ്പായി എല്ലാവരും കറക്റ്റ് പ്ലേസിലിരുന്നു. സാഗർ സാർ ഞങ്ങൾക്ക് സീറ്റിംഗ് അറേഞ്ചൊക്കെ ചെയ്തു തന്നു. ഞങ്ങൾ പിന്നെ അവിടെ എല്ലാവരും കറക്റ്റ് സെറ്റപ്പായി എല്ലാവരും അവിടെ ഇരുന്നു. സാഗർ സാറിൻ്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി എല്ലാവരും അക്ഷമരായി ഇരിക്കുകയാണ്. तो ईव ऑडिटोरियम का जो स्पेशलिटी है ये मैग्नेटिज्म है. एक्चुअली टूथपेस्ट, चावल, दाल ये हमारी एक्सपर्टीज नहीं है, लेकिन एक मार्केट की डिमांड है तो हम उसको मैग्नेटिक मैट्रेस का इन्वेंशन ही ईव ऑडिटोरियम नेटवर्क प्राइवेट लिमिटेड ने किया है. वी आर अ इन्वेंटर, वी आर अ पायोनियर, वी आर अ मैन्युफैक्चरर. ह्यूज कैपेसिटी ऑफ मैन्युफैक्चरिंग दिखा सकता था. वो भी हमारा सेकंड मॉड्यूल रेडी है. അതായത് പുതിയ കൺസെപ്റ്റ് പ്രകാരം ലോക്കൽ വെണ്ടേഴ്സിനുള്ള കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ എവിടെ താമസിക്കുന്നു നിങ്ങളുടെ അടുത്തുള്ള എല്ലാ വെണ്ടേഴ്സിനെയും ടൈപ്പ് ചെയ്യാനുള്ള അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് വെണ്ടറാണ് നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് പ്രൊഡക്റ്റിന്റെ പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഏത് വെണ്ടർ അടുത്താണുള്ളത് ആ വെണ്ടറായിട്ട് ടൈപ്പ് ചെയ്യാൻ കമ്പനി തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. तुम इधर आओ, फोटो वाली इधर आओ, जल्दी आओ पीछे. आ जाओ भाई, आ जाओ आओ ना. अरे थाईलैंड वेरी गुड. तुम एक साइड इधर आ जाओ. ये मैडम इधर सेंटर में लो ना, तो सबका फोटो खींचिए. थोड़ा कुर्सी पीछे ले लो, चेयर पीछे ले लो. चलो हाँ सर मिलेगा. अच्छा मेरा perfect. यस Right. Thank you very much. Thank you. Wow, beautiful. Beautiful. शॉपिंग करें ना हर महीना. Thank you very much. Thank you. आपको? अच्छा. Yes sir. आइए ना आइए. Thank you. Thank you. अच्छा हमारे चीज से वो चीज से टाइप करते अच्छा हाँ कर सकते हो. लोकल वेंडर कर सकते हो. एक दूसरे को रिकमेंड करो. और क्या है, माल बिकेगा. लोकल वेंडर का माल बिकेगा. आगे नहीं जा सकता है. चेयर नो
टीम माहिती सगळं सेंटर में आप Thank you very much. Thank you. हाँ. സാഗർ സാറിൻ്റെ സ്പീച്ചൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി സാഗർ സാറിൻ്റെ റൂഫ് ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ സാഗർ സാറും നമ്മുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ളൊരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഒരു ഹായ് എല്ലാം പറഞ്ഞോ? ഒരു ഹായ് പറഞ്ഞോ? ഹായ് 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 സാർ ഒരു ഹായ് പറഞ്ഞോ? എല്ലാരും ഒരു ഹായ് 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 പറയൂ, മടിക്കല്ലേ, ഹായ് പറയൂ, ഓരോ ഹായ് പറയൂ. എല്ലാരെ കൊണ്ട് ഹായ് പറയിപ്പിക്കട്ടെ. ഇതൊന്നും എൻ്റെ മുന്നിൽ ഒരു ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ് ഹായ് ഹായ്. ആ എല്ലാരും ഒരു ഹായ് പറയൂ, ഹായ് പറയൂ, ഹായ്. ആരാ ഹായ് പറയാത്ത? ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ. ഞാൻ തിരിഞ്ഞു വാങ്ങിച്ചെടുക്കാം. വരുന്ന് റൗണ്ട് അടിച്ചിട്ട് വരുന്നു. അച്ഛാ തിരിച്ചു വന്നിട്ട് ഓരോ ഹായ് പറഞ്ഞോ? ഓക്കെ ഓക്കെ. ഇനി ഇവിടെ സാർ ഒരു ഹായ് പറയൂ സാർ. സാർ ഒരു ഹായ്. താങ്ക് യു മാം. ഹായ്. ഹലോ ജാർഖണ്ഡീസ്. ഹായ് ഹായ് പറയൂ മാം. ചേച്ചി എവിടെ പോയി? ചേച്ചി വന്നിട്ടില്ല മാം. ഒരു ഹായ്. താങ്ക് യു. എല്ലാവരും ഹായ്. സാർ ഒരു ഹായ് പറയൂ പറയൂ ഹായ്. ഒരാളെ പെടില്ല. സാർ ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ. ഹായ് പറയൂ മാഡം. സാർ ഒരു ഹായ് പറയൂ സാർ. ഹായ് ഹായ് ഹായ്. തിന്നുമ്പോ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. മിനി സാർ ഒരു ഹായ്. സാർ ബിസി. इलास्टिक लगाना पड़ेगा. सर हाय. Hi everybody. Kerala team, how are you? Jharkhand team. अच्छा Jharkhand team. Yes. हाँ Jharkhand. Yes. झारखंड में अच्छी टीम थी लेकिन लीडर थे आपस में लड़के एकदम आने में आदिवासी टीम थी आदिवासी. ये रूरल एरिया में चल रहा है लेकिन जमशेदपुर सिटी में उतना नहीं है. अभी हम लोग आप लोग करो आगे. वेंडर का कैसा लगा आपको? लोकल वेंडर वाला पूरा खाली है. हाँ पूरा खाली. यस.
कर सकते हैं ना। अपना जो पहचान वाला है ना, सलून वाला, चिकन वाला, मटन वाला, ग्रोसरी वाला, बोल देने का क्या फर्क पड़ता है। आपको उधर फैसिलिटी मिल जाएगा, उसके अंडर में जितने भी लोग खरीदेंगे ना उसका बेनिफिट आपको मिलेगा, आप फाउंडर हो जाते हैं ना उधर। मेरा हस्बैंड का प्लेस यहाँ पेन में है, पेन पनवेल का पेन, पनवेल, हाँ, पनवेल वहाँ मेरा पेन, हस्बैंड का घर वहाँ। क्या അടിച്ച മിനിക്കാണ്, അടിച്ച മിനിക്കാണ്. ഹായ് അടിച്ച് പിടിക്കാണ് ചോറ് ഇങ്ങനത്തെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. മിസ്സിംഗ് ആർ യു മിസ്സിംഗ്? ആ ചകലകരെ റൂമിൽ പോകാൻ ബസ്സിൽ കയറുന്നു. സമയം 1 മണിയോ 2 മണിയോ എന്തൊക്കെയോ ആയിട്ടുണ്ട്. 1 മണിയോ 2 മണിയോ എത്രയോ ആയിട്ടുണ്ട്. സമയം ഒന്നും അറിയില്ല. ഇത് പിടിക്കും. ആ ഞാനാണ് നീട്ടക്കി, ഞാനാണ് നീട്ടക്കി. നിങ്ങളിവിടെ ഒരു പുതിയ ആളുണ്ട് കേട്ടോ. നിങ്ങൾ ബസ്സിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. അയച്ചു തരാന്നേ, ക്ഷമിക്ക്. നമ്മുടെ മെന്റർ രമേശൻ സാർ ഇതാ മുന്നിൽ തന്നെ നിൽക്കുന്നു. ഭാഗ്യം പറഞ്ഞ് നമ്മളോട് ഇരിക്കണം. നമുക്ക് സീറ്റ് ഉണ്ടാവോ? ബാക്കിൽ പോയിട്ട് എവിടെയെങ്കിലും കണ്ടുപിടിക്കാം. നമ്മൾ ആരെങ്കിലും എണീപ്പിച്ചോളൂ. നമുക്ക് ഇരിക്കാൻ എവിടെയൊക്കെ സ്ഥലം കിട്ടുമോ നോക്കട്ടെ. നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് 2 ആള് 2-3 ആള്. अरे अच्छा उतरो बस से, दिखाती हूँ मैं कौन हूँ. अरे बताती हूँ मैं. वेरुदे वीडियो बना के आ रहा है. ഇവിടെ 2 ഫോണിൻ്റെ അടുത്ത് ബിസി. ഹലോ ഈ ബയോട്ടോറിയൻ, ഹലോ ടോക്കി. ഇവരെ 2 ആൾ വിട്ടുപോയി. കാര്യമായ ആൾക്കാരെ വിട്ടുപോയി. ചില എൻ്റെ സീറ്റ് പോകും. സാർ നിങ്ങളെ സീറ്റ് നമ്മളെടുത്തു. पेट भर गया। रात का 2 बज गया है, सुबह हो गया, अब नहीं सोएंगे। स्प्राइट पी रहे हैं, फैंटा पीना है। റൂംസ് കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ പുറത്തിറങ്ങി. എല്ലാവരും ഇറങ്ങിയ ഋതു ട്രക്കെല്ലാം വരുന്നേ പീച്ചെ പീച്ചെ പീച്ചെ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സാഗർ സാറിൻ്റെ ഓഫീസിലേക്ക് പോകാനുള്ള ഒരുക്കപ്പാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹോട്ടലിൽ നിന്ന് റെഡിയായി ബസ്സിലേക്ക് കയറാനുള്ള ഒരു ഒരുക്കത്തിലാണ് എല്ലാവരും. എടുത്തോണ്ട് പോട്ടെ. എല്ലാവരും കയറിയിട്ട് ഒരൊറ്റ എക്സ്ക്ലൂസീവ് ആയിട്ട് ഹായ്. ഹലോ മാഡം. ആരെയും പറ്റില്ല.
പക്ഷേ ഓർഡറാ ഓടിക്കോടി റൂം നമ്പർ എത്രയാണ്? എന്ത് ആരുടേത്? 11111111111. ഹലോ, ആരെയും വിട്ടു പോരും. മിനിഷ പവിത്ര സാറ വിട്ടാ? ഫോണിൽ തിരക്കാം. അച്ഛാ നമുക്ക് സീറ്റ് കിട്ടിയാ? ഓ മനസ്സർ ബിസി. സാഗർ സാറിൻ്റെ ഓഫീസിൻ്റെ പകലത്തെ ഒരു വ്യൂ ഒന്ന് കണ്ടുകൊള്ളൂ. जाओ, enter the office. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും സാഗർ സാറിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. സാറിൻ്റെ ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റ് വഴി 5th ഫ്ലോറിലേക്ക് ഏറ്റവും റൂഫ് ടോപ്പിലാണ് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ സുജമോളായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ താഴെ തന്നെ എലിവേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മളൊക്കെ നേരെ 6th ഫ്ലോറിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചയാണിത്. അതേപോലെ തന്നെ നമ്മൾ പണ്ട് വന്നിട്ടില്ല, ഏകദേശം അതെല്ലാം പോലെ തന്നെ. നമ്മൾ രാത്രി നല്ല ലൈറ്റായിട്ടൊരു ബിൽഡിംഗ് കണ്ടിട്ടില്ല. ആ ബിൽഡിങ് പകൽ വെളിച്ചത്തിൽ കണ്ടില്ല. യാത്രാക്ഷീണവും ചൂടൊക്കെ കൊണ്ട് എനിക്ക് തലവേദന വന്നു. അപ്പം നമ്മുടെ ഈ ബയോട്ടോറിയത്തിൻ്റെ ബെൽറ്റ് തലക്ക് കെട്ടിയതാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടോളൂ. റെസ്റ്റോറൻറ്റിന് ചുറ്റുമായി ഇങ്ങനെ നല്ല പ്രകൃതി രമണീയമായ ഭംഗിയും ബിൽഡിങ്ങും ഒക്കെയായി നല്ലൊരു കാഴ്ച. അങ്ങനെ ഞങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ് സാഗർ സാറ് നമുക്ക് ഒരുക്കിയത്. നല്ല ചൂടോടെ പൂരിയും വെജിറ്റബിളും മധുരവും ഒക്കെയായി നല്ല ചായയൊക്കെയായി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. 2027 ഡിസംബർ 31 ചന്ദ്രിക മേഡം, ലീന മേഡം, മോളും കോടീശ്വര പദവിയിലേക്ക് എത്തും. ഷുവർ 100%. അങ്ങനെ നമ്മുടെ ഓഫീസ് ഒന്നുകൂടെ കണ്ടോളൂ. അവസാനത്തെ ഒരു ഓഫീസ് വിസിറ്റ് കൂടെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ മുംബൈ വിസിറ്റ് ചെയ്യണമെന്നൊരു ഉദ്ദേശത്തിൽ തിരിച്ച് എല്ലാവരും ബസ്സിനടുത്തേക്ക് നീങ്ങുവാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രിക മേഡം അവിടുന്ന് നമ്മുടെ ഡിക്കിയിൽ നിന്ന് ക്യാപ്പുകളൊക്കെ എടുക്കുകയാണ്. കാരണം വെയിലത്ത് പോകേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ ക്യാപ്പൊക്കെ ഇട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുംബൈ വിസിറ്റൊക്കെ ആഗ്രഹിച്ചിട്ട് പോവുകയാണ് ബസ്സിൽ. അങ്ങനെ ബസ്സിൽ കയറുന്ന തിരക്കാണ് എല്ലാവരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മുംബൈ വിസിറ്റ് അത്ര നടന്നില്ല. സമയത്തിൻ്റെ പരിമിതി.
നമുക്ക് ഉണ്ടായി വന്നു. രണ്ടര മണിക്കൂർ ഓണസാണെങ്കിൽ ഏറ്റവും ഒരു മണിക്കാടെത്തി. നമ്മളെല്ലാരും കിട്ടുമല്ലോ. മനസ്സറി കയറിയിട്ടില്ല, മനസ്സറി കയറിയില്ലേ? പുറത്തേക്ക് പോയി. കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ബസ്സിൽ അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുംബൈയിലെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത്രത്തോളം പറ്റിയില്ല. ബസ്സിൽ കോലാഹലവും ഡാൻസും പാട്ടൊക്കെ ആയി. പിന്നെ കോൺസെൻട്രേഷൻ ഫുള്ള് ബസ്സിലേക്കായിരുന്നു.
ഒന്നും ഞങ്ങൾ ജൂഹു ബീച്ച് കാണാൻ ഇറങ്ങി. വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ നമ്മുടെ കയ്യിൽ സമയമില്ലാതായിപ്പോയി. എല്ലാവർക്കും സ്റ്റേഷനിൽ ഓൺ ടൈം എത്തണമല്ലോ. സോ ഒന്ന് ജൂഹു ബീച്ച് കറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ കാണുന്ന കാഴ്ച ഇതാണ് നമ്മുടെ ജൂഹു ബീച്ച്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മുംബൈയിലെ ഫേമസ് പാനിപൂരി, ബേൽപൂരി, എന്ത് പൂരിയാന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് ചന്ദ്രിക ഒന്ന് എൻജോയ് ചെയ്തു. അത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു. അതും കഴിഞ്ഞ് ഒരു ലസ്സിയൊക്കെ കുടിച്ചു ഞങ്ങൾ തിരിച്ച് വീണ്ടും ബസ്സിലേക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. ബസ്സിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പൂനെയിലേക്ക് പോവേണ്ടതായി വന്നു. കാരണം ഞങ്ങളും ട്രെയിന് ലേറ്റാവും എന്നുള്ള പേടി കൊണ്ട് എല്ലാവരുടെ കൂടെ ബസ്സിൽ കയറിയതുപോലെ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു കാറ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ആ കാറും ഓട്ടോയും തമ്മിൽ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടി. അവിടെ നിന്ന് ഞങ്ങൾ കാറ് കയറി വരുന്നു. ബാൽ താക്കറയുടെ വീടാണ് പിറകിൽ കാണുന്നത്. ബുള്ളറ്റ് പ്രൂഫൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ച് ഓട്ടോക്കാരൻ ഞങ്ങളെ ടാക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോക്കാരനാണ് ആ കാണുന്നത്. ഒരു നല്ലൊരു ഓട്ടോക്കാരനായിരുന്നു കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പൂനെയിലേക്കുള്ള യാത്ര തുടരുന്നത്. പോകുന്ന വഴിയൊന്നും ടയേർഡായത് കൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കാറിൽ നിന്ന്. നല്ലൊരു ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തു ഞങ്ങൾ അവൻ്റെ അടുത്ത് നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഒരു മണിക്കൂർ ഞങ്ങൾ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. 6:30 ഞങ്ങളുടെ ട്രെയിന്. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. എന്തായാലും റോഡിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ ട്രെയിനിൽ കയറിയത് ഞങ്ങൾ ടയേർഡായി. ഞങ്ങൾ ടാറ്റ എത്തിയ സീനാണിത്. ടാറ്റ എത്താന്ന് പറഞ്ഞാൽ രാത്രി 2:30 മണിക്കാണ് ഞങ്ങൾ ടാറ്റ സ്റ്റേഷനിൽ എത്തുന്നത്. ആ ടാറ്റ സ്റ്റേഷനിൽ എത്താറായ സമയത്ത് ഒരുപാട് ട്രെയിന് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടു. ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ ഞങ്ങൾ ആയിപ്പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ ശരിക്കും 11:45 ഞങ്ങൾ ടാറ്റയിൽ എത്തേണ്ടതാണ്. ആ ട്രെയിനാണ് ഞങ്ങളെ 2:30 എത്തിക്കുന്നത്. പിന്നെ അവിടെ വേറൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു സ്ലീപ്പർ കോച്ചായിരുന്നു. അപ്പോൾ അവിടെ കുറേ ചെറുക്കന്മാർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണ്ടകളെ പോലത്തെ കുറേ ചെറുക്കന്മാർ അവർ ഇപ്പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അറിയാതെ അവർക്ക് തുറന്നു കൊടുക്കാൻ പോയിരുന്നു. അവർ അറിയാതെ തുറന്നു കൊടുക്കാൻ. അവർ രാത്രി 2:30 മണിയാണ് സമയം. ആ ലേഡി ഞാൻ സ്റ്റോപ്പ് ചെയ്തു തുറന്നു കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ 2:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ ലേഡി ഞങ്ങളെ ബാഗ് ഇറക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, രാത്രി 2:30. പിന്നെ പരിചയമുള്ള ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു എനിക്ക്. ഉടനടി ട്രെയിനിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഓട്ടോ അറേഞ്ച് ചെയ്തത് കൊണ്ട് ഇറങ്ങിയപ്പോൾ ടെൻഷനില്ലാതെ ഞങ്ങൾക്ക് എന്ത് പറ്റി, ആ ഓട്ടോയിൽ സുരക്ഷിതമായി ഞങ്ങളുടെ വീട്ടിൽ എത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. വിളിച്ച ഉടനെ അദ്ദേഹം ഫോൺ എടുത്തു എന്നുള്ളതാണ് ആ ഓട്ടോക്കാരൻ. അയാൾ വീട്ടിലായിരുന്നു, എന്നാലും അയാൾ ഫോൺ എടുത്തു, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ
ടാറ്റാ നഗർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷിതമായി എത്തിയ സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.